നമസ്കാരം. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്രിസ്മസ് ദിനത്തിലെ എല്ലാവർക്കും എല്ലാവിധ പുതുവത്സരത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും എല്ലാവിധ ആശംസകളും കേട്ടോ. എല്ലാ സമാധാനവും സന്തോഷവുമുള്ള ഒരു വർഷമായിരിക്കട്ടെ അല്ലേ ഇനി അടുത്ത ക്രിസ്മസ് വരെ. ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു സഹനത്തിൻ്റെ ദിവസമാണ് അല്ലേ. സമാധാനം, ഉണ്ണിയേശു ഭൂമിയിലേക്ക് പിറന്നു വീണ സമയമാണ്. കാലിത്തൊഴുത്തിൽ പിറന്നതാണ്. ആഡംബരങ്ങളൊന്നുമില്ലാതെ ഏറ്റവും ലളിതമായി ജനിച്ച ഒരു പുത്രനാണ് ഉണ്ണിയേശു. ആകെ 33 വയസ്സ് വരെ യേശു ക്രിസ്തു ജീവിച്ചിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ആ 33 വയസ്സിനിടയ്ക്ക് സഹനത്തിൻ്റേതായ എല്ലാ മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് ഇല്ലേ യേശു ക്രിസ്തു. സഹനം എന്താണെന്നും എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നും എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു മനസ്സുള്ള വ്യക്തിയായിരുന്നു. അത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഇല്ലേ. നമ്മുടെ മക്കളോടും നമ്മുടെ കുടുംബത്തിലും നമ്മൾ ഈ സഹനം യേശു ക്രിസ്തുവിന് നമുക്കൊരു പാഠമാക്കാം ഇല്ലേ. അതായത് മക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നേർവഴിക്ക് നയിക്കാനും പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു കുടുംബമായി ജീവിക്കാനും നമുക്കും സാധിക്കണം. എങ്കിലാണ് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യമുള്ളൂ ഇല്ലേ. ഓരോ സഹനങ്ങൾ വരുമ്പോഴും നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു. ഒരു ചെറിയ എന്തെങ്കിലും കുടുംബജീവിതത്തിൽ വന്നാൽ മതി, നമ്മൾ ഉടനെ തളർന്ന് കുത്തി എന്നാന്ന് പറയുന്നത് നിരാശരായി നമ്മൾ പോകും. ആ സമയത്ത് അങ്ങനെയുള്ളപ്പോൾ നമ്മളിങ്ങനെയുള്ള യേശു ക്രിസ്തുവിനെ പോലെ മറ്റുള്ള ഒത്തിരി ദൈവങ്ങളുണ്ടല്ലോ ഇല്ലേ. അവർ ഓരോരുത്തരെയും കഥകൾ എടുത്തു നോക്കി എല്ലാവരും ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ ലോകത്തുനിന്ന് പോയവരാണ്. ഒത്തിരി സഹനങ്ങൾ അനുഭവിച്ചവരാണ്. അപ്പോൾ എന്നാ പറയുന്നത്, ഒരു വഴിവിളക്കായിട്ട് ഒറ്റ നക്ഷത്രത്തിൽ അന്ന് രാത്രിയിൽ ഒരു ഒറ്റ നക്ഷത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നക്ഷത്രമാണ് വഴികാട്ടിയത് എന്ന് പറയും പോലെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ വഴികാട്ടികളായിട്ടുണ്ട്. ആ നക്ഷത്രങ്ങളുടെ വഴിയെ നമുക്ക് പോകാം ഇല്ലേ. നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയായിരിക്കണം, മാതാപിതാക്കൾ മാതൃകയായിരിക്കണം, സഹോദരങ്ങൾ മാതൃകയായിരിക്കണം. ഒരു കൂട്ടായ്മയുടെ ദിവസമായിരിക്കണം ക്രിസ്മസ് അല്ലേ. അതായത് പരസ്പരം സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടിയുള്ള ജീവിതം എന്ന് പറയും പോലെ പരസ്പരം സഹോദരങ്ങൾ തമ്മിലും മാതാപിതാക്കളും ഒക്കെയായിട്ട് ഒന്നിച്ച് എല്ലാവരും കൂടെ ഒത്തുകൂടിയുള്ള ഒരു ആഘോഷമാക്കി മാറ്റുവാൻ പരമാവധി ശ്രമിക്കണം. ഒരു കേക്ക് പോലും മുറിക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റേതായിട്ട് ആണ് ആ കേക്ക് നമ്മൾ മുറിക്കാവുള്ളൂ ഇല്ലേ. അതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ പോലും ഒരു സന്തോഷവും സമാധാനവും എല്ലാ കുടുംബത്തിലും ഉണ്ടായിരിക്കണം. അടുത്ത ക്രിസ്മസ് വരുമ്പോഴത്തേനും നമ്മൾ എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷമുള്ളവരായിരിക്കണം. അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയും ആശംസകൾ. അപ്പം എല്ലാവർക്കും ബായ്.